കേട്ടറ്റ് കാറ്റഗറി 2 സോഷ്യൽ സയൻസ് സിലബസ് അധിഷ്ഠിത ക്ലാസ്സുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഹാരപ്പൻ സിവിലൈസേഷനെ കുറിച്ചിട്ടും മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷനെ കുറിച്ചിട്ടുമാണ് ഡിസ്കസ് ചെയ്തത്. ഇന്ന് നമുക്ക് ഈജിപ്ഷ്യൻ ആൻഡ് ചൈനീസ് സിവിലൈസേഷൻസിൻ്റെ പ്രധാനപ്പെട്ട പോയിൻറ്റ്സുകൾ നോക്കാം. അപ്പം നിങ്ങളുടെ സിലബസിൽ 4 സംസ്കാരങ്ങളെ കുറിച്ചിട്ടാണ് പഠിക്കാനുള്ളത്. ഈജിപ്ത്, ചൈന, മെസപ്പൊട്ടോമിയ, ഹാരപ്പ. ഇതിൽ നമ്മൾ മെസപ്പൊട്ടോമിയ, ഹാരപ്പയെ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ഇന്ന് നമുക്ക് ഈജിപ്തിനെ കുറിച്ചിട്ടും ചൈനയെക്കുറിച്ചിട്ടും നോക്കാം. ആദ്യമായിട്ട് നമുക്ക് ഈജിപ്ഷ്യൻ സംസ്കാരത്തെക്കുറിച്ച് നോക്കാം. നദീതട സംസ്കാരങ്ങളിൽ വെച്ച് ഏറ്റവും പുരാതനമായ സംസ്കാരമാണ് ഈജിപ്ഷ്യൻ സംസ്കാരം. നൈൽ നദിയുടെ തീരത്താണ് ഈ സംസ്കാരം വളർന്നു വന്നത്. ഈജിപ്തിനെ ഫലപുഷ്ടമാക്കുന്നത് നൈൽ നദിയാണ്. പുരാതന ഈജിപ്ഷ്യൻ ചരിത്രത്തെ 2ആയി തിരിക്കാം: വംശാതീത കാലഘട്ടമെന്നും വംശകാലഘട്ടമെന്നും. ഈജിപ്തിൽ വംശകാലഘട്ടം തുടങ്ങുന്നത് മിനസിൻ്റെ ഭരണത്തോടു കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ തലസ്ഥാനം മെംഫിസ് ആയിരുന്നു. ഈജിപ്തിൻ്റെ പഴയ പേര് കറുത്ത ഭൂമി അല്ലെങ്കിൽ കെമൻ. എന്താണ് ഈജിപ്തിൻ്റെ പഴയ പേര്? കറുത്ത ഭൂമി അല്ലെങ്കിൽ കെമൻ. പ്രാചീന തലസ്ഥാനം തെബ്സ്. ഈജിപ്ത് ഭരിച്ച ഫറോമാരിൽ ആദ്യത്തെ ആളായിരുന്നു മിനസ്. നൈൽ നദീതീരത്തുള്ള മെംഫിസ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ തലസ്ഥാനം. ഇപ്പോൾ ഈജിപ്തിൽ വംശകാലഘട്ടം തുടങ്ങുന്നത് മിനസിൻ്റെ ഭരണത്തോടു കൂടിയായിരുന്നു. മെംഫിസ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ തലസ്ഥാനം. ഈജിപ്തിനെ നൈലിൻ്റെ ദാനം എന്ന് ആദ്യമായിട്ട് വിളിച്ചത് ആരാണ്? ഹെറോഡോട്ടസ്. ഈജിപ്തിനെ നൈലിൻ്റെ ദാനം എന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. ഈജിപ്തിനെ നൈലിൻ്റെ ദാനം എന്ന് വിളിച്ചത് ഹെറോഡോട്ടസ്. ആരാണ് ഹെറോഡോട്ടസ്? ചരിത്രത്തിൻ്റെ പിതാവാണ് ഹെറോഡോട്ടസ്. മറന്നു പോകരുത്, ഹെറോഡോട്ടസ് ചരിത്രത്തിൻ്റെ പിതാവ്. പ്രാചീന ഈജിപ്തിലെ രാജാക്കന്മാർ അറിയപ്പെട്ടിരുന്നത് ഫറോവ. ഫറോമാരെന്നായിരുന്നു പ്രാചീന ഈജിപ്തിലെ രാജാക്കന്മാർ അറിയപ്പെട്ടിരുന്നത്. ഫറോമാരിൽ ഏറ്റവും പ്രമുഖനാരായിരുന്നു? അമെൻഹോട്ടപ്പ് 4. ഫറോമാരിൽ ഏറ്റവും പ്രമുഖൻ അമെൻഹോട്ടപ്പ് 4 ആറ്റൺ എന്ന ഏകദൈവത്തിൻ്റെ ആരാധന ഏർപ്പെടുത്തിയത് അമെൻഹോട്ടപ്പ് 4. ഫറോമാരിൽ ഏറ്റവും പ്രമുഖൻ അമെൻഹോട്ടപ്പ് 4 ഇദ്ദേഹമാണ് പ്രാചീന ഈജിപ്തിലെ ഏറ്റവും മഹാനായ ചക്രവർത്തി. അപ്പോൾ ആറ്റൺ എന്ന ഏകദൈവത്തിൻ്റെ ആരാധന ഏർപ്പെടുത്തിയ ചക്രവർത്തിയാണ് അമെൻഹോട്ടപ്പ് 4. അക്നാട്ടൻ എന്ന പേര് സ്വീകരിച്ച ഭരണാധികാരി അമെൻഹോട്ടപ്പ് 4. അക്നാട്ടൻ എന്ന പേര് സ്വീകരിച്ച ഭരണാധികാരിയാണ് അമെൻഹോട്ടപ്പ് 4. പ്രാചീന ഈജിപ്തിലെ ഏറ്റവും മഹാനായ ചക്രവർത്തിയായിരുന്നു അമെൻഹോട്ടപ്പ് 4. ലോകത്തിലെ ആദ്യത്തെ ആദർശവാദി എന്നറിയപ്പെടുന്നത് അമെൻഹോട്ടപ്പ് 4. പ്രാചീന ഈജിപ്തിലെ ഏറ്റവും മഹാനായ ചക്രവർത്തി, അതുപോലെ ലോകത്തിലെ ആദ്യത്തെ ആദർശവാദി, ആറ്റൺ എന്ന ഏകദൈവത്തിൻ്റെ ആരാധന ഏർപ്പെടുത്തിയത്, ഇതൊക്കെ ആരായിരുന്നു? അമെൻഹോട്ടപ്പ് 4 ഫറോമാരിലെ ഏറ്റവും പ്രമുഖനായിരുന്നു ഇദ്ദേഹം. അതുപോലെ ലോകത്തിലെ ആദ്യത്തെ വനിതാ ഭരണാധികാരി ആരായിരുന്നു? റാണി ഹാറ്റ്ഷെപ്സൂത്. ലോകത്തിലെ ആദ്യത്തെ വനിതാ ഭരണാധികാരി റാണി ഹാറ്റ്ഷെപ്സൂത്. ഈജിപ്ഷ്യൻ ചരിത്രത്തിലെ സാമ്രാജ്യയുഗം ആരംഭിച്ചത് ആമോസ് 1 ഭരണത്തോടെ ആയിരുന്നു. ഈജിപ്ഷ്യൻ ചരിത്രത്തിലെ സാമ്രാജ്യയുഗം ആരംഭിച്ചത് ആമോസ് 1 ഭരണത്തോടെ ആയിരുന്നു. ഈജിപ്തിലെ നെപ്പോളിയൻ എന്നറിയപ്പെടുന്നത് തത്മോസ് 3. ഈജിപ്തിലെ നെപ്പോളിയൻ എന്നറിയപ്പെടുന്നത് തത്മോസ് 3 ആയിരുന്നു. ഉദയസൂര്യൻ്റെ ക്ഷേത്രം എന്നറിയപ്പെടുന്ന ഈജിപ്തിലെ ക്ഷേത്രമായിരുന്നു അബൂ സിംബൽ ക്ഷേത്രം. ഉദയസൂര്യൻ്റെ ക്ഷേത്രം എന്നറിയപ്പെടുന്ന ഈജിപ്തിലെ ക്ഷേത്രമായിരുന്നു അബൂ സിംബൽ ക്ഷേത്രം. ഈജിപ്തിലെ നുബിയയിലുള്ള അബൂ സിംബൽ ക്ഷേത്രം നിർമ്മിച്ചത് റമേസസ് 2 ആയിരുന്നു. പ്രാചീന ഈജിപ്തിലെ മഹാന്മാരായ രാജാക്കന്മാരുടെ ശവകുടീരങ്ങളായിരുന്നു പിരമിഡുകൾ.
പ്രാചീന ഈജിപ്തിലെ മഹാന്മാരായ രാജാക്കന്മാരുടെ ശവകുടീരങ്ങളാണ് പിരമിഡുകൾ. ലോകത്തിലെ ഏറ്റവും വലിയ പിരമിഡ് ഏതാണ്? ഗിസയിലെ പിരമിഡ്. കൈറോക്ക് സമീപമുള്ള ഗിസയിലുള്ളതാണ് ഏറ്റവും വലിയ പിരമിഡ്. ഇത് നിർമ്മിച്ചത് ഫറോവ കുഫു ആയിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ പിരമിഡ് ഏതാണ്? ഗിസയിലെ പിരമിഡ്. ഏറ്റവും പഴയ പിരമിഡ് ഏതാണ്? ജോസർ രാജാവിൻ്റെ ഓർമ്മയ്ക്കായി പണി കഴിപ്പിച്ച മെംഫിസിലെ പിരമിഡാണ് ഏറ്റവും പഴക്കമേറിയത്. ഈജിപ്തുകാർ മൃതദേഹങ്ങൾ സൂക്ഷിച്ചു വച്ചിരുന്നത് അറിയപ്പെടുന്നത് മമ്മി എന്ന പേരിലാണ്. സിംഹത്തിൻ്റെ ഉടലും മനുഷ്യൻ്റെ ശിരസ്സും ചേർന്ന ഈജിപ്ഷ്യൻ കലാരൂപം സ്ഫിങ്സ്. സിംഹത്തിൻ്റെ ഉടലും മനുഷ്യൻ്റെ ശിരസ്സും ഒത്തുചേർന്ന ഈജിപ്ഷ്യൻ കലാരൂപമാണ് സ്ഫിങ്സ്. ഈജിപ്തിലെ ലിപി ഏതായിരുന്നു? നമ്മൾ മെസ്സപ്പൊട്ടോമിയ അല്ലെങ്കിൽ മെസ്സപ്പൊട്ടോമിയ സുമേറിയക്കാരുടെ ലിപി ആയിരുന്നു ക്യൂണിഫോം ലിപി എന്ന് പറഞ്ഞു അല്ലേ. ഈജിപ്തിലെ ലിപി ഏതായിരുന്നു? ഹൈറോഗ്ലിഫിക്. ഈജിപ്തിലെ ലിപി അറിയപ്പെട്ടിരുന്നത് ഹൈറോഗ്ലിഫിക്സ് എന്നാണ്. ഹൈറോഗ്ലിഫിക് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? പരിശുദ്ധമായ എഴുത്ത് എന്നാണ് ഹൈറോഗ്ലിഫിക്സ് എന്നാൽ മീനിങ്. റോസറ്റ കല്ലുകളിൽ എഴുതിയ ഈജിപ്ഷ്യൻ ചിത്രലിപി ആദ്യമായി വ്യാഖ്യാനിച്ചെടുത്തത് ആരായിരുന്നു? ചമ്പോളിയൻ. ഈജിപ്തുകാർ എഴുതിയിരുന്ന ഒരു തരം പരുക്കൻ കടലാസായിരുന്നു പേപ്പിറസ്. ഇപ്പോൾ റോസറ്റ കല്ലുകളിൽ എഴുതിയ ഈജിപ്ഷ്യൻ ചിത്രലിപി ആദ്യമായി വായിച്ചെടുത്തത് ചമ്പോളിയൻ അല്ലെങ്കിൽ ചമ്പാലിയൻ എന്നൊക്കെ പേരുള്ള ഒരു ഫ്രഞ്ച് പ്രൊഫസറാണ്. ഈ ലിപി വലത്ത് നിന്ന് ഇടത്തോട്ടാണ് എഴുതിയിരുന്നത്. അപ്പോൾ റോസറ്റ ലിഖിതങ്ങൾ എങ്ങനെയാണ് കണ്ടെത്തിയത്? റോസറ്റ ലിഖിതങ്ങൾ കണ്ടെത്തിയത് നെപ്പോളിയൻ്റെ ഈജിപ്ത് ആക്രമണ കാലത്തായിരുന്നു. ഇനി ഈജിപ്തുകാരുടെ പ്രധാനപ്പെട്ട സംഭാവനയാണ് സൗര പഞ്ചാംഗം ആദ്യമായി വികസിപ്പിച്ചത് ഈജിപ്തുകാരാണ്. മാനവ ചരിത്രത്തിലെ ആദ്യ പഞ്ചാംഗം ഉണ്ടാക്കിയത് ഈജിപ്തുകാരാണ്. അപ്പോൾ ഈ സൗര പഞ്ചാംഗത്തിൽ 365 ദിവസങ്ങൾ ഉൾക്കൊള്ളുന്നു. അതുപോലെ ഈ പ്രാചീന ഈജിപ്തുകാരുടെ മറ്റൊരു സംഭാവനയാണ് ജലഘടികാരം. ജലപ്രവാഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ സമയം നിർണ്ണയിക്കുന്ന ജലഘടികാരവും നിഴലിനെ ആധാരമാക്കി സമയം നിർണ്ണയിക്കുന്ന സൂര്യഘടികാരവും ഉണ്ടാക്കിയിരുന്ന സംസ്കാരമായിരുന്നു ഈജിപ്ഷ്യൻ സംസ്കാരം. ത്രികോണം, ചതുരം എന്നിവയുടെ വിസ്തൃതി കണ്ടുപിടിക്കാൻ അറിയാവുന്ന സംസ്കാരമാണ് ഈജിപ്ഷ്യൻ സംസ്കാരം. കൂടാതെ സങ്കലനം, വ്യവകലനം, ഹരണം, ദശാംശ സമ്പ്രദായം എന്നിവ കണ്ടുപിടിച്ചത് ഈജിപ്തുകാരാണ്. അപ്പോൾ ഈജിപ്തുകാരുടെ പ്രധാനപ്പെട്ട സംഭാവനകൾ ഏതൊക്കെയാണ്? മാനവ ചരിത്രത്തിലെ ആദ്യത്തെ പഞ്ചാംഗം, സൗര പഞ്ചാംഗം ഉണ്ടാക്കിയത് ഈജിപ്തുകാരാണ്. അതുപോലെ അവരുടെ പ്രധാനപ്പെട്ട സംഭാവനയാണ് ജലഘടികാരം, സങ്കലനം, വ്യവകലനം, ഹരണം എന്നിവ കണ്ടുപിടിച്ചു. അതുപോലെ ത്രികോണം, ചതുരം എന്നിവയുടെ വിസ്തൃതി കണ്ടുപിടിക്കാൻ അറിയാവുന്ന സംസ്കാരമായിരുന്നു ഈജിപ്ഷ്യൻ സംസ്കാരം. ദശാംശ സമ്പ്രദായത്തിലുള്ള ഗണന രീതി ആദ്യമായി അവതരിപ്പിച്ചത് ഈജിപ്തുകാരാണ്. പ്രാചീന ഈജിപ്തിലെ പ്രധാന ദേവനായിരുന്നു സൂര്യൻ. ഒരിക്കലും ഉറങ്ങാത്ത നഗരമായിരുന്നു കെയ്റോ. കെയ്റോ അറിയപ്പെട്ടിരുന്നത് ഒരിക്കലും ഉറങ്ങാത്ത നഗരം. എന്താണ് കെയ്റോ? ആധുനിക ഈജിപ്തിൻ്റെ തലസ്ഥാനമാണ് കെയ്റോ. ആധുനിക ഈജിപ്തിൻ്റെ തലസ്ഥാനം കെയ്റോ അറിയപ്പെട്ടിരുന്നത് ഒരിക്കലും ഉറങ്ങാത്ത നഗരം. ഇപ്പോൾ BC 525 പേർഷ്യൻ ആക്രമണമാണ് പൗരാണിക ഈജിപ്തിൻ്റെ പതനത്തിന് കാരണം. ആദ്യമായി ലോഹങ്ങൾ കണ്ടുപിടിക്കുകയും ഉപയോഗിക്കുകയും ചെയ്തത് ഈജിപ്തുകാരാണ്. ഈജിപ്തുകാർ എഴുതിയിരുന്ന ഒരു തരം പരുക്കൻ കടലാസാണ് പേപ്പിറസ്. ഇപ്പോൾ ഈജിപ്തുകാരുടെ ലിപി മറക്കരുത്, ഹൈറോഗ്ലിഫിക്. റോസറ്റ കല്ലുകളിലുള്ള ഈജിപ്ഷ്യൻ ചിത്രലിപി ആദ്യമായി വ്യാഖ്യാനിച്ചെടുത്തത് ചമ്പോളിയൻ. ഹൈറോഗ്ലിഫിക് എന്ന് പറഞ്ഞാൽ സേക്രഡ് റൈറ്റിംഗ് അല്ലെങ്കിൽ പരിശുദ്ധമായ എഴുത്ത് എന്നാണ് അർത്ഥം. ഇനി നമുക്ക് ചൈനീസ് സംസ്കാരത്തെക്കുറിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട പോയിൻറ്റ്സുകൾ നോക്കാം. ഹൊയാങ്ഹോ നദിയിൽ ഉടലെടുത്ത സംസ്കാരമായിരുന്നു
ചൈനീസ് സംസ്കാരം. ഇപ്പം മെസ്സപ്പൊട്ടോമിയ എന്ന് പറഞ്ഞാൽ യൂഫ്രട്ടിസ് ടൈഗ്രിസ്. മെസ്സപ്പൊട്ടോമിയ എന്ന് പറഞ്ഞാൽ അർത്ഥം 2 നദികൾക്കിടയിലുള്ള രാജ്യം, അതായത് യൂഫ്രട്ടിസ് ടൈഗ്രിസ്. സിന്ധു നദിക്കരയിൽ ഉടലെടുത്ത സംസ്കാരമാണ് ഹാരപ്പൻ സംസ്കാരം അല്ലെങ്കിൽ സിന്ധു നദീതട സംസ്കാരം. ഈജിപ്ഷ്യൻ സംസ്കാരം നൈൽ നദീക്കരയിലാണ്. അതുപോലെ ചൈനീസ് സംസ്കാരം ഉടലെടുത്തത് ഹൊയാങ്ഹോ നദീതീരത്താണ്. മഞ്ഞ നദി, ചൈനയുടെ ദുഃഖം എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന നദിയാണേത്? ഹൊയാങ്ഹോ. മഞ്ഞ നദി, ചൈനയുടെ ദുഃഖം എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന നദി ഹൊയാങ്ഹോ നദി. ചൈനീസ് സംസ്കാരം ഏറ്റവും അഭിവൃദ്ധി പ്രാപിച്ചത് ശിഹുവന്തിയുടെ കാലത്താണ്. അപ്പോൾ ചൈനീസ് സംസ്കാരം ഏറ്റവും അഭിവൃദ്ധി പ്രാപിച്ചത് ശിഹുവന്തിയുടെ കാലത്താണ്. അപ്പോൾ ശിഹുവന്തിയെ നമ്മൾ എങ്ങനെയാണ് ഓർത്തിരിക്കുക? ചൈനയിലെ വൻമതിൽ നിർമ്മിച്ചത് ചിൻ രാജവംശത്തിലെ ശിഹുവന്തിയുടെ കാലത്താണ്. ചൈനയിലെ വൻമതിൽ നിർമ്മിച്ചത് ശിഹുവന്തിയുടെ കാലത്താണ്. ചൈനയിലെ ആദ്യ ചക്രവർത്തി എന്നറിയപ്പെടുന്നത് ശിഹുവന്തിയാണ്. ചൈനയിലെ ചന്ദ്രഗുപ്തൻ എന്നും അദ്ദേഹം അറിയപ്പെടുന്നു. ഇപ്പോൾ മൗര്യ സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകനാണ് ചന്ദ്രഗുപ്തൻ, മൗര്യ സാമ്രാജ്യത്തിലെ ആദ്യത്തെ ഭരണാധികാരി. അതുപോലെ ചൈനയിലെ ചന്ദ്രഗുപ്തൻ എന്നറിയപ്പെടുന്നത് ശിഹുവന്തിയാണ്. അതായത് ചൈനയിലെ ആദ്യ ചക്രവർത്തി എന്നറിയപ്പെടുന്നത് ശിഹുവന്തി. ചൈനീസ് സംസ്കാരത്തിൻ്റെ സുവർണകാലം എന്നറിയപ്പെടുന്നത് ഹാൻ വംശകാലമാണ്. ആദ്യമായി വെടിമരുന്ന് കണ്ടുപിടിച്ചു. ചൈനക്കാരുടെ പ്രധാന സംഭാവനകൾ തേയിലയുടെ ഉപയോഗം, പേപ്പർ കറൻസി എന്നിവ ആദ്യമായി പ്രയോഗത്തിൽ കൊണ്ടുവന്നത് ചൈനക്കാരാണ്. ആദ്യമായി വെടിമരുന്ന് കണ്ടുപിടിച്ചു, ഭൂകമ്പമാപിനി നിർമ്മിച്ചു, കടലാസ്, അച്ചടി, ഭൂകമ്പമാപിനി, വെടിമരുന്ന് ഇവയെല്ലാം കണ്ടുപിടിച്ചത് ചൈനയിലാണ്. തേയിലയുടെ ഉപയോഗം, പേപ്പർ കറൻസി എന്നിവ ഇവർ പ്രയോഗത്തിൽ കൊണ്ടുവന്നു. ലോകത്താദ്യമായി കടലാസ് നിർമ്മിച്ചത് ആരാണ്? ചൈനക്കാരാണ്. ലോകത്താദ്യമായി കടലാസ് നിർമ്മിച്ചത് ചൈനക്കാരാണ്. ചൈന യൂറോപ്പിൽ അറിയപ്പെടുന്നത് സെറീക്ക എന്നാണ്. എന്താണ് സെറീക്ക എന്ന് പറഞ്ഞാൽ? സിൽക്കിൻ്റെ നാട്. ചൈന യൂറോപ്പിൽ അറിയപ്പെട്ടിരുന്നത് സെറീക്ക അഥവാ സിൽക്കിൻ്റെ നാട് എന്ന പേരിലായിരുന്നു. ചൈനയിലെ ഗൗതമ ബുദ്ധൻ എന്നറിയപ്പെടുന്നത് ലാവോസെ ആയിരുന്നു. ചൈനയിലെ ചന്ദ്രഗുപ്തൻ ആരാണ്? ശിഹുവന്തിയാണ് അല്ലേ? ചൈനയിലെ ചന്ദ്രഗുപ്തൻ എന്നറിയപ്പെടുന്നത് ശിഹുവന്തിയാണ്. അതുപോലെ ചൈനയിലെ ഗൗതമ ബുദ്ധൻ എന്നറിയപ്പെടുന്നത് ലാവോസെ. അപ്പം അദ്ദേഹമാണ് താവോ മതം സ്ഥാപിച്ചത്. താവോ മതം സ്ഥാപിച്ചത് ചൈനക്കാരനായ ലാവോസെയാണ്. അപ്പോൾ ഇന്ത്യയിൽ ഗൗതമ ബുദ്ധൻ ബുദ്ധിസം കൊണ്ടുവന്ന പോലെ ചൈനയിലെ ഗൗതമ ബുദ്ധൻ എന്നറിയപ്പെടുന്നത് ലാവോസെ ആണ്. ചൈനീസ് അശോകൻ എന്നറിയപ്പെടുന്നതോ തൈച്ചുവാങ്. ചൈനീസ് അശോകൻ എന്നറിയപ്പെടുന്നത് തൈച്ചുവാങ്. താങ് രാജവംശത്തിലെ തൈച്ചുവാങ് ആണ് ചൈനീസ് അശോകൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി ആരാണ് ചൈനീസ് നെപ്പോളിയൻ? വൂത്തി. ഹാൻ രാജവംശത്തിലെ വൂത്തിയ എന്ന രാജാവാണ് ചൈനീസ് നെപ്പോളിയൻ എന്നറിയപ്പെടുന്നത്. ഇപ്പോൾ ചൈനയിലെ ചന്ദ്രഗുപ്തൻ എന്നറിയപ്പെടുന്നത് ശിഹുവന്തി. ചൈനയിലെ ഗൗതമ ബുദ്ധൻ എന്നറിയപ്പെടുന്നത് ലാവോസെയാണ്. ചൈനയിലെ അശോകൻ എന്നറിയപ്പെടുന്നത് തൈച്ചുവാങ്. അതുപോലെ ചൈനീസ് നെപ്പോളിയൻ എന്നറിയപ്പെടുന്നത് വൂത്തിയാണ്. മുകളിൽ നിന്നും താഴോട്ട് എഴുതുന്ന ചിത്രലിപിയാണ് ചൈനയിൽ പ്രചാരത്തിലിരുന്നത്. പിന്നെ അതുപോലെ ഒരു പോയിന്റ് പറയാനുള്ളത്, ചൈനയിൽ അടിമത്തം അവസാനിപ്പിച്ചത് വാങ് മാങ് ചക്രവർത്തിയാണ്. ചൈനയിൽ അടിമത്തം അവസാനിപ്പിച്ചത് വാങ് മാങ് ചക്രവർത്തി. ഇപ്പോൾ ചൈനയിലെ ആദ്യ ചക്രവർത്തി എന്നറിയപ്പെടുന്നത് ശിഹുവന്തിയാണ്. ചൈനീസ് ചന്ദ്രഗുപ്തൻ എന്നറിയപ്പെടുന്നത് ശിഹുവന്തിയാണ്. അദ്ദേഹത്തിൻ്റെ കാലത്താണ് ചൈനയിലെ വൻമതിൽ നിർമ്മിച്ചത്. ചൈനയിലെ വൻമതിലാണ്
ചന്ദ്രനിൽ നിന്ന് നോക്കിയാൽ കാണാവുന്ന ഏക മനുഷ്യനിർമ്മിത വസ്തു. അതുപോലെ താവോ മതം സ്ഥാപിച്ച ചൈനക്കാരനായ ലാവോസെയാണ് ചൈനയിലെ ഗൗതമ ബുദ്ധൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി അതുപോലെ ചൈനയിലെ വേറൊരു മതമായ കൺഫ്യൂഷ്യനിസം സ്ഥാപിച്ചത് കൺഫ്യൂഷ്യസ് ആണ്. ചൈനയിൽ അടിമത്തം അവസാനിപ്പിച്ചത് വാങ് മാ. താങ് രാജവംശത്തിലെ തൈച്ചുവാങ് ആണ് ചൈനീസ് അശോകൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഹാൻ രാജവംശത്തിലെ വൂത്തി രാജാവാണ് ചൈനീസ് നെപ്പോളിയൻ എന്നറിയപ്പെടുന്നത്. ഇപ്പോൾ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ എല്ലാവരും ഒരു നോട്ട്ബുക്കിൽ കുറിച്ച് വെച്ചിട്ട് നന്നായിട്ട് പഠിക്കുക. എക്സാം അടുത്ത് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാനോ അല്ലെങ്കിൽ കുറേ കാര്യങ്ങൾ ഒപ്പിരുന്ന് പഠിക്കാനോ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ കാര്യങ്ങളും മനസ്സിലാകുന്ന രീതിയിൽ ചെറിയ നോട്ട് ഉണ്ടാക്കി വെക്കുക. ഇപ്പോൾ ഈജിപ്ഷ്യൻ സംസ്കാരത്തെക്കുറിച്ചിട്ടാണെങ്കിലും ചൈനീസ് സംസ്കാരത്തെക്കുറിച്ചിട്ടാണെങ്കിലും മനസ്സിലാവുന്ന രീതിയിൽ ചെറിയ ഷോർട്ട് നോട്ടുകൾ ഉണ്ടാക്കി വെക്കുക. അതുപോലെ കോഡുകളൊക്കെ കണ്ടുപിടിക്കുക. ഇപ്പോൾ എക്സാമിൻ്റെ തലേ ദിവസം ഒറ്റ പ്രാവശ്യം വായിച്ചാൽ തന്നെ എല്ലാം മനസ്സിൽ നിൽക്കുന്ന രീതിയിൽ ചെറിയ നോട്ട് ഉണ്ടാക്കിയിട്ട് നന്നായിട്ട് പഠിക്കുക. ഓൾ ദ ബെസ്റ്റ്.